ഹലോ, അപ്പോൾ നമുക്കൊരു അടിപൊളി ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കിയാലോ. അതിനായിട്ട് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ്: ക്യാരറ്റ് ചോപ്പ് ചെയ്തത് 3 കാഷ്യൂനട്ട്, പാല്, കണ്ടൻസ് മിൽക്ക്, ഗീ, പിന്നെ ഏലക്ക പൊടിച്ചത്. ഏലക്ക പൊടിച്ചതിൽ ഞാൻ 1 ടീസ്പൂൺ ഷുഗറും കൂടി ഇട്ടിട്ടുണ്ട്, നല്ലോണം പൊടിഞ്ഞിട്ടാൻ വേണ്ടി. അപ്പോൾ അതെങ്ങനെ പ്രിപ്പയർ ചെയ്യാൻ നോക്കിയാലോ. ഒരു പാൻ ചൂടാൻ വെച്ചിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് എടുത്ത് വെച്ചേക്കുന്ന കാഷ്യൂനട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. കാഷ്യൂനട്ട് റോസ്റ്റായി വരുന്ന ടൈമിൽ അത് മാറ്റിയിട്ട് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചേക്കുന്ന ക്യാരറ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് നെയ്യും കൂടി ഇട്ട് കൊടുക്കുക. ഇവിടെ ഞാൻ വീണ്ടും ഒരു 1.5 ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു 5 to 7 മിനിറ്റ്സ് നല്ലോണം കുക്ക് ചെയ്യുക കേട്ടോ. എന്നിട്ട് നമ്മൾ ഈ ക്യാരറ്റിലുള്ള ആ വെള്ളത്തിൻ്റെ അംശം ഉണ്ടല്ലോ, അത് ഒന്ന് മാറിക്കഴിയുന്ന വരെ നമ്മളൊന്ന് കുക്ക് ചെയ്യുക. അപ്പോൾ ഒരു 5 to 7 മിനിറ്റ്സ് എടുക്കും. അപ്പോൾ ഈ വെള്ളത്തിൻ്റെ ഒരു പ്രസൻസ് ഒന്ന് മാറിക്കഴിയുമ്പോഴത്തേനും എടുത്ത് വെച്ചേക്കുന്ന 1.5 ഗ്ലാസ് പാല് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ലോണം കുക്ക് ചെയ്യുക കേട്ടോ. ഇതിലേക്ക് ഞാൻ കുറച്ച് കുങ്കുമപ്പൂവും കൂടി ഇട്ട് കൊടുക്കുക. ഇത് പ്യുവർലി ഓപ്ഷണലാണ്, ഇവിടെ ഇരുന്നുകൊണ്ട് ഞാനെടുത്തിട്ടേ ഉള്ളൂ. പിന്നെ ഈ നോർത്ത് ഇന്ത്യൻ ഡിഷ് ആയതുകൊണ്ട് തന്നെ നമ്മൾ വേറെ റെസിപ്പീസൊക്കെ നോക്കുമ്പോഴത്തേനും ഇതിടുന്നത് കാണാറുണ്ട്. അപ്പം ഞാനിത് വൺസ് പ്രിപ്പയർ ചെയ്ത് നോക്കിയപ്പോൾ ഇട്ടപ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവർ ഭയങ്കരമായിട്ടൊന്നും വരത്തില്ല, എന്നാലും ഒരു ടേസ്റ്റ് ഉണ്ട്. അതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചേക്കുന്ന ഏലക്കയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നല്ലൊരു തിക്ക് കൺസിസ്റ്റൻസി ആവുന്ന വരെ കുക്ക് ചെയ്യുക കേട്ടോ. ഇത് നമ്മൾ ഈ പാലിലിട്ട് ഇത് കുക്കാവുന്ന അതുപോലെ ഇരിക്കും ഇതിൻ്റെ ടേസ്റ്റ്. നല്ലോണം കുക്കായി വരുമ്പോഴത്തേന് ഈ പാലും ക്യാരറ്റും എല്ലാം കൂടി ചേർന്ന് വരുമ്പോൾ അതിൻ്റെ ഒരു സ്പെഷ്യൽ എസൻസ് പോലെ ഉണ്ട്. സോ എല്ലാവരും അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇളക്കി കൊടുത്തില്ലെങ്കിൽ അടിയിൽ പിടിക്കാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം നല്ലോണം ഒന്ന് ചെറുതായിട്ടൊന്ന് സെറ്റായി വരുമ്പോഴത്തേനും നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന കണ്ടൻസ് മിൽക്ക് ഇടുക. കണ്ടൻസ് മിൽക്ക് നിങ്ങളുടെ ആവശ്യാനുസരണം ആഡ് ചെയ്യുക കേട്ടോ. ചിലപ്പോൾ മധുരം കുറവ് മതിയെങ്കിലും അങ്ങനെ, കൂടുതലാണെങ്കിൽ അങ്ങനെ. ഇവിടെ ഞാൻ ഒരു 5 ടേബിൾ സ്പൂൺ കണ്ടൻസ് മിൽക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ മധുരം ഒരു മിനിമൽ രീതിയിൽ മതി. പിന്നെ ഈ ക്യാരറ്റിലേക്ക് നമ്മൾ ഈ കണ്ടൻസ് മിൽക്ക് ഇടുമ്പോഴത്തേനും ശ്രദ്ധിക്കുക, കുറച്ചിടുമ്പോഴത്തേനും തീരെ മധുരം കാണത്തില്ല. അപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഇഷ്ടാനുസരണം ഇട്ട് കൊടുക്കുക. അപ്പോൾ കണ്ടൻസ് മിൽക്കും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഇളക്കുക. അപ്പോൾ കുറച്ച് നെയ്യ് കുറവാണെന്ന് തോന്നുന്നുണ്ട്, അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം കൂടി നല്ല മിക്സായി വരുന്ന ടൈം ചെറുതായിട്ട് ഈ പാനിൽ നിന്ന് വിട്ട് വരുന്ന ഒരു കൺസിസ്റ്റൻസി എത്തണം. ഈ പാനിൽ നിന്ന് വിട്ട് വരുന്ന കൺസിസ്റ്റൻസി എത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ ഹൽവ നല്ല സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ടെന്ന്. അപ്പോൾ ഫൈനലി ഇതിലേക്ക് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചേക്കുന്ന കാഷ്യൂനട്ട് കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു 2 മിനിറ്റ്സ് കൂടി ഒന്ന് കുക്ക് ചെയ്തിട്ട് ഫ്ലെയിം ടേൺ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി ക്യാരറ്റ് ഹൽവ റെഡി ആയിട്ടുണ്ട്. ഇത് സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പോൾ ഒരു ഡെസേർട്ട് ഒരു ഓപ്ഷനായിട്ട് വയ്ക്കുമ്പോൾ ഇതൊരു ഹെൽത്തി ഓപ്ഷനും കൂടിയാണ്. ഇതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ബീട്രൂട്ടും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. ക്യാരറ്റ് ബീട്രൂട്ട് മിക്സ് ഹൽവ, അല്ലെങ്കിൽ ഈ റെസിപ്പി തന്നെ ബീട്രൂട്ടും ട്രൈ ഔട്ട് ചെയ്യാം. സോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ആൻഡ് ഡു ലെറ്റ് മീ നോ യുവർ ഫീഡ്ബാക്ക്. സോ